നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 227 യാത്രക്കാരുമായി സഞ്ചരിച്ച ഇൻഡിഗോ വിമാനം അപകടമൊഴിവാക്കാൻ വ്യോമാതിർത്തി കടക്കാൻ തേടിയ അനുമതി നിരസിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. 227 പേരുടെ ജീവൻ വെച്ചുള്ളൊരു കളിയാണ് പാകിസ്ഥാൻ ഈ ഒരു ഏറ്റവും അടിയന്തരമായ സാഹചര്യത്തിൽ നടത്തിയിരിക്കുന്നത്. പെട്ടെന്നുണ്ടായ ആലിപ്പഴ വർഷത്തിന് പിന്നാലെ ആകാശ ചുഴിയിൽപ്പെട്ട ഇൻഡിഗോ വിമാനത്തിന്റെ പൈലറ്റാണ് പാകിസ്ഥാൻ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കാൻ അനുമതി തേടിയത്. എന്നാൽ പാകിസ്ഥാൻ ഈ ആവശ്യം നിരസിക്കുകയായിരുന്നു. അതായത് 227 പേരുടെ ജീവൻ അങ്ങനെ നഷ്ടപ്പെട്ടാൽ പാകിസ്ഥാന് അത്രയും നല്ലത്. ബുധനാഴ്ച ഡൽഹിയിൽ നിന്ന് ശ്രീനഗറിലേക്ക് പറന്ന ഇൻഡിഗോയുടെ 6E2142 വിമാനം പിന്നീട് സുരക്ഷിതമായി അടിയന്തര ലാൻഡിംഗ് നടത്തുകയായിരുന്നു. 227 യാത്രക്കാരുമായി പറന്ന വിമാനമായിരുന്നു അപ്രതീക്ഷിതമായി ആകാശ ചുഴിയിൽപ്പെട്ട് ആടിയുലഞ്ഞിരുന്നത്. നമുക്കറിയാം, വിമാനയാത്രയിൽ അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന കാലാവസ്ഥാ മാറ്റങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ വിമാനയാത്രകളെ വളരെ ആശങ്കയിലാഴ്ത്താറുണ്ട്. അതുതന്നെയായിരുന്നു ഇവിടെയും ഇൻഡിഗോ വിമാനത്തിന് സംഭവിച്ചത്. ഇതോടെ പരിഭ്രാന്തരായ യാത്രക്കാർ നിലവിളിക്കുകയും കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. 5 തൃണമൂൽ കോൺഗ്രസ് എംപിമാരും വിമാനത്തിൽ ആ സമയത്ത് ഉണ്ടായിരുന്നു. എന്നിരുന്നാലും യാത്രക്കാർക്ക് ആർക്കും പരിക്കേൽക്കാതെ വിമാനം ഒടുവിൽ ശ്രീനഗർ വിമാനത്താവളത്തിൽ സുരക്ഷിതമായി തന്നെ ലാൻഡ് ചെയ്തു. ബുധനാഴ്ചയാണ് ഇൻഡിഗോ വിമാനം അമൃത്സറിന് മുകളിലൂടെ പറക്കുമ്പോൾ കാലാവസ്ഥ മോശമായതായി അനുഭവപ്പെട്ടുവെന്ന് വാർത്താ ഏജൻസിയായ PTI അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. മോശം കാലാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാനാണ് പാകിസ്ഥാൻ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കാൻ വേണ്ടി പൈലറ്റ് ലാഹോർ ATSുമായി ബന്ധപ്പെട്ടത്. പക്ഷേ ലാഹോർ ATS ഈ അഭ്യർത്ഥന നിരസിക്കുകയായിരുന്നു. ഇതുമൂലം വിമാനത്തിന് അതേ റൂട്ടിൽ തന്നെ തുടരേണ്ടി വന്നു. ഡൽഹിയിൽ നിന്നും ശ്രീനഗറിലേക്ക് പോവുകയെന്ന ഇൻഡിഗോ വിമാനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടത് യാത്രക്കാർക്കിടയിലും വലിയ ഭീതിയാണ് ജനിപ്പിച്ചത്. കാരണം പഹൽഗാം അറ്റാക്ക് നടന്ന് പിന്നിടുകയാണ്. ഇപ്പോഴും പല സ്ഥലങ്ങളിലും ഭീകരവാദികൾ ലക്ഷ്യമിട്ടിരുന്നു എന്നുള്ള വാർത്താക്കുറിപ്പുകളൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ തന്നെ ഇതൊരു ഭീകരാക്രമണമാണോ എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് യാത്രക്കാർ നിയന്ത്രണം വിട്ട് ഉച്ചത്തിൽ നിലവിളിച്ചത്. അന്തരീക്ഷത്തിലെ കാലാവസ്ഥയിലുണ്ടായ തകരാറാണ് പ്രശ്നത്തിന് കാരണമെന്ന് പിന്നീടാണ് അറിയിച്ചത്. ആലിപ്പഴം വീഴ്ചയോടൊപ്പം കനത്ത കാറ്റും കൂടി വന്നതാണ് പൈലറ്റിന് വിമാന നിയന്ത്രണം നഷ്ടപ്പെടാനും കാരണമായത്. കൂട്ടക്കരച്ചിലിനിടെ വിമാനത്തെ രക്ഷിക്കാൻ പൈലറ്റ് നടത്തിയ ശ്രമം വിജയിച്ചെങ്കിലും ശ്രീനഗറിൽ ഇറക്കുന്നതിനിടയിൽ വിമാനത്തിന്റെ മൂക്കിന്റെ ഭാഗം തകർന്നു. പക്ഷേ ആളപായമൊന്നുമില്ല. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് യാത്രക്കാർ വല്ലാതെ ഭയന്നു പോയത്. പലരും ഇത് ഭീകരാക്രമണമാണെന്ന് ഭയന്നാണ് നിലവിളിച്ചത്. പക്ഷേ എല്ലാവരെയും സുരക്ഷിതമായി തന്നെ ഇറക്കാനായിട്ട് സാധിച്ചു. മോശം കാലാവസ്ഥയിൽ ഇൻഡിഗോ വിമാനത്തിന് ആലിപ്പഴ വർഷവും നേരിടേണ്ടി വന്നു. തുടർന്നാണ് പൈലറ്റ് എമർജൻസി പ്രഖ്യാപിച്ചത്. വിമാനത്തിലുണ്ടായിരുന്ന എല്ലാ യാത്രക്കാരും ജീവനക്കാരും ഇപ്പോൾ സുരക്ഷിതരാണ്. സംഭവത്തിൽ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിമാനത്തിലുണ്ടായിരുന്ന TMC MP സാഗരിക ഘോഷ് സംഭവത്തെ മരണത്തോടടുത്ത അനുഭവം എന്നാണ് വിശേഷിപ്പിച്ചത്. ആളുകൾ നിലവിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. എന്റെ ജീവിതം ഇപ്പോൾ അവസാനിച്ചു എന്ന് ഞാൻ കരുതി. വിമാനം ലാൻഡ് ചെയ്തപ്പോൾ അപ്പോൾ മാത്രമാണ് സമാധാനമായത്. അതിന്റെ മൂക്കിന്റെ കോൺ ഭാഗം പൂർണ്ണമായും തകർന്നിരിക്കുന്നതായി ഞങ്ങൾ കണ്ടു എന്നാണ് TMC MPമാരായ ഡെറക് ഒബ്രിയാൻ, നദീമുൽ ഹക്ക്, മനസ് ബുയാൻ, മമത് താക്കൂർ എന്നിവരും വിമാനത്തിലുണ്ടായിരുന്ന മറ്റുള്ളവരൊക്കെ തന്നെ പ്രതികരിച്ചത്. ഞങ്ങളുടെ 6E2142 വിമാനത്തിന് യാത്രാമധ്യേ പെട്ടെന്ന് ആലിപ്പഴ വർഷവും മോശം കാലാവസ്ഥയും നേരിട്ടതായി ഇൻഡിഗോ പ്രസ്താവനയിലും പറഞ്ഞിട്ടുണ്ട്. എല്ലാ നിശ്ചിത മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് ജീവനക്കാർ പ്രവർത്തിച്ചു. വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തു. യാത്രക്കാരുടെ ക്ഷേമത്തിനും സുഖ സൗകര്യങ്ങൾക്കും വിമാനത്താവള സംഘം മുൻഗണന നൽകി. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം കൂടുതൽ വഷളായിരിക്കുകയാണ്. ഇന്ത്യ പാകിസ്ഥാൻ വിമാനങ്ങൾക്ക് വ്യോമാതിർത്തി അടച്ചതിന് പിന്നാലെ തന്നെ ഇന്ത്യൻ വിമാനങ്ങൾ തങ്ങളുടെ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കുന്നത് പാകിസ്ഥാനും വിലക്കിയിട്ടുണ്ടായിരുന്നു. ശക്തമായ ആലിപ്പഴ പെയ്ത്തും വിമാനത്തെ പ്രതിസന്ധിയിലാക്കിയെന്നാണ് ഇൻഡിഗോ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ കൃത്യമായ പ്രോട്ടോകോളൊക്കെ പാലിച്ചുകൊണ്ട് യാത്രക്കാരെയൊക്കെ തന്നെ സുരക്ഷിതമായി ലാൻഡ് ചെയ്യിപ്പിക്കാനായിട്ട് സാധിച്ചു. വിമാനം ആവശ്യമായ പരിശോധനയ്ക്കും അറ്റകുറ്റപ്പണികൾക്കും വിധേയമാക്കുമെന്നും ഇൻഡിഗോ അറിയിച്ചിട്ടുണ്ട്. വിമാനം ശക്തമായി കുലുങ്ങിയപ്പോൾ യാത്രക്കാർ നിലവിളിക്കുകയും കരയുകയും ചെയ്യുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്.
തങ്ങൾ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടതെന്നും ക്യാപ്റ്റനും ക്യാബിൻ ക്രൂവിനും പ്രത്യേക നന്ദിയെന്നാണ് വീഡിയോ എക്സിൽ പോസ്റ്റ് ചെയ്ത യാത്രക്കാർ കുറിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ ഡൽഹിയിലടക്കം കനത്ത മഴയും ആലിപ്പഴ വർഷവും തുടരുകയാണ്. ഇതാണ് കാലാവസ്ഥ വളരെ മോശമാക്കിയതിന് പിന്നിലുള്ള കാരണം. മഴ കനത്തതോടെ വിമാന സർവീസുകളൊക്കെ തന്നെ അത് ബാധിച്ചിരിക്കുകയാണ്. വിമാനങ്ങൾ പലതും വഴിതിരിച്ചുവിടുന്നതായും പുറപ്പെടേണ്ട വിമാനങ്ങൾ വൈകുന്നുവെന്നാണ് വിവരം. മഴയിൽ നഗരത്തിൽ പലയിടങ്ങളിലും മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട്. ഇതേ തുടർന്ന് ചിലയിടങ്ങളിൽ ഗതാഗത തടസ്സപ്പെട്ടിട്ടുണ്ട്. അതേസമയം കാലവർഷം അടുത്തതോടെ കേരളത്തിലും മഴ കനക്കുന്നുണ്ട്. സംസ്ഥാനത്ത് 4 ദിവസത്തിനുള്ളിൽ കാലവർഷം എത്തുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അടക്കം പറയുന്നത്. അടുത്ത 5 ദിവസം കേരളത്തിൽ ശക്തമായ മഴ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കർണാടക ഗോവ തീരത്തിന് മുകളിലാണ് ചക്രവാത ചുഴി രൂപപ്പെട്ട സാഹചര്യത്തിൽ അറബിക്കടലിൽ ന്യൂനമർദ്ദ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഇത് തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കും. ബുധനാഴ്ച വൈകുന്നേരത്തോടെ ഡൽഹിയിലുണ്ടായ ആലിപ്പഴ വീഴ്ച കാലാവസ്ഥയിലും ദ്രുതമാറ്റമാണ് വരുത്തിയത്. അപ്രതീക്ഷിതമായി കാലാവസ്ഥ മാറിയതോടെ നിരവധി വിമാനങ്ങൾ റദ്ദാക്കുകയും വഴിതിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് ഇന്ത്യ പാക് വിമാനങ്ങൾക്ക് വ്യോമപാത നിഷേധിച്ചത്. പാകിസ്ഥാനും ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് വ്യോമപാത വിലക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അതിർത്തിയിൽ സംഘർഷം തുടരുന്നതിനിടെയാണ് വ്യോമപാത പൂർണ്ണമായും പാകിസ്ഥാനും അടച്ചത്. ഒരു തരത്തിലുള്ള വ്യോമ ഗതാഗതവും പാടില്ലെന്നാണ് നിർദ്ദേശം. നോട്ടീസ് ടു എയർമെൻ പുറത്തിറക്കിയത്. അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രമാണ് ഇത്തരം നിർദ്ദേശം ഒരു രാജ്യം പുറപ്പെടുവിക്കുക. അതേസമയം ഇന്ത്യക്കെതിരെ കടുത്ത ആരോപണങ്ങളാണ് പാകിസ്ഥാൻ ഉയർത്തുന്നത്. പാക് സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇന്ത്യയുടെ ശ്രമമെന്നായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നത്. ഇന്ത്യ സിന്ധു നദീജല കരാർ റദ്ദാക്കിയപ്പോൾ പാകിസ്ഥാൻ തങ്ങളുടെ വ്യോമപാതയിൽ ഇന്ത്യൻ എയർലൈനുകൾക്ക് പ്രവേശന അനുമതി നിഷേധിച്ചിരുന്നു. ഇതിന് 6 ദിവസങ്ങൾക്ക് ശേഷം പാകിസ്ഥാൻ വിമാനങ്ങൾക്ക് ഇന്ത്യയുടെ വ്യോമപാതയിലും നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. പാകിസ്ഥാൻ വ്യോമപാത അടച്ചതോടെ ടാറ്റയുടെ ഉടമസ്ഥതയിലുള്ള എയർ ഇന്ത്യക്ക് ഭീമമായ നഷ്ടമുണ്ടാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. പാകിസ്ഥാൻ വ്യോമപാതയിലെ നിരോധനം 1 വർഷത്തിലധികം നീണ്ടുപോയാൽ എയർ ഇന്ത്യയുടെ നഷ്ടം $600 മില്യൺ അഥവാ ഏകദേശം 5078 കോടി രൂപയായിരിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. റോയിട്ടേഴ്സ് റിപ്പോർട്ട് പ്രകാരം നിലവിലെ സാഹചര്യത്തിൽ കമ്പനിക്ക് സാമ്പത്തികമായി പിന്തുണ നൽകണമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ കമ്പനി കത്തെഴുതിയിട്ടുണ്ട്. കൂടുതൽ ദീർഘമായ വ്യോമപാതകളിലൂടെ സർവീസ് നടത്തേണ്ടി വരുന്നതിനാൽ ഉയർന്ന തോതിലുള്ള ഇന്ധന അനുബന്ധ ചിലവുകൾ കമ്പനിക്കുണ്ടാകും. ഇത് നികത്താനുള്ള അധിക ചിലവിന് വേണ്ടി സബ്സിഡി അനുവദിക്കണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏപ്രിൽ 27-ാം തീയതിയിലെ കത്തിൽ ഏകദേശം $591 മില്യൺ നഷ്ടമാണ് എയർ ഇന്ത്യ കണക്കുകൂട്ടുന്നത്. പാക് തീരുമാനം ദോഷകരമായി ബാധിച്ച ഇന്റർനാഷണൽ ഫ്ലൈറ്റുകൾക്ക് സബ്സിഡി അനുവദിക്കുന്നത് ന്യായമായതും സുതാര്യമായതുമായ തീരുമാനമായിരിക്കും. സാഹചര്യങ്ങൾ മെച്ചപ്പെടുമ്പോൾ ഇത് ഒഴിവാക്കാൻ സാധിക്കുന്നതാണെന്നും കമ്പനി പറയുന്നു. പാക് വ്യോമപാത അടച്ചത് തങ്ങളുടെ ദീർഘദൂര സർവീസുകളെ കൂടുതലായി ബാധിച്ചെന്ന് എയർ ഇന്ത്യ കേന്ദ്ര വ്യോമ മന്ത്രാലയത്തെ അറിയിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ യൂറോപ്പ്, US, പാകിസ്ഥാൻ എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകളെയാണ് ഇത് കൂടുതലായി ബാധിച്ചത്. ഇത്തരം സർവീസുകൾക്ക് പൊതുവെ പാകിസ്ഥാൻ വ്യോമപാതയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. നിലവിൽ ദൈർഘ്യമേറിയ കൂടുതൽ കഠിനമായ കാലാവസ്ഥാ സാഹചര്യങ്ങളിൽ റൂട്ടിൽ കൂടി ഫ്ലൈറ്റുകൾ പോകേണ്ട സാഹചര്യമാണുള്ളത്. ഇത്തരത്തിൽ കൂടുതലായും ചൈനീസ് അതിർത്തിയോട് ചേർന്നാണ് റൂട്ടുകൾ ഉള്ളത്. ഇക്കാരണത്താൽ ചൈനയിൽ നിന്ന് ഓവർ ഫ്ലൈറ്റ് അനുമതി നേടി നൽകണമെന്നും നോർത്ത് അമേരിക്കയിലേക്കുള്ള സുദീർഘമായ റൂട്ടിൽ കൂടുതൽ പൈലറ്റുമാരെ അനുവദിക്കണമെന്നും കമ്പനി ആവശ്യമുന്നയിച്ചിട്ടുണ്ട്. നിലവിൽ എയർ ഇന്ത്യ അടക്കമുള്ള ഇന്ത്യൻ വിമാന കമ്പനികൾ കേന്ദ്ര വ്യോമ മന്ത്രാലയവുമായി ചർച്ചകൾ നടത്തുകയാണ്. പുതിയ വ്യോമപാതകൾ അനുവദിക്കുകയും നികുതി കിഴിവുകൾ, ഇന്ധനവിലയിൽ ആനുകൂല്യം തുടങ്ങിയവ നൽകുകയും ചെയ്ത സർക്കാർ പിന്തുണയ്ക്കുമെന്നാണ് കമ്പനികളുടെ പ്രധാന ആവശ്യം. ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായ റിപ്പോർട്ടും തേടിയിട്ടുണ്ട്.